കൺസ്യൂമർ ഫെഡിന് കീഴിലുള്ള ലാഭകരമല്ലാത്ത വിൽപ്പനശാലകൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിനെതിരെ തൊഴിലാളികൾ രംഗത്തെത്തി. ജോലി നഷ്ടപ്പെടുന്ന 2500ഓളം താൽക്കാലിക ജീവനക്കാരാണ് സമരരംഗത്ത് ഇറങ്ങിയത്. സബ്സിഡി പണം നൽകാതെ സർക്കാർ കൺസ്യൂമർ ഫെഡിനെ നഷ്ടത്തിലാക്കിയതോടെ വഴിയാധാരമായത് തങ്ങളാണെന്ന് തൊഴിലാളികൾ പറയുന്നു. 755 നന്മ സ്റ്റോറുകൾ പൂട്ടും. അതിൽ തീരെ നഷ്ടത്തിലായിട്ടുള്ള ത്രിവേണി സ്റ്റോറുകൾ പൂട്ടും. കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബിന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് തൊഴിലാളികൾ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയത്. നന്മ സ്റ്റോറുകളും ത്രിവേണി ബീവറേജസ്, ലിക്കർ സൂപ്പർ മാർക്കറ്റ്, നീതി സ്റ്റോർ തുടങ്ങിയവയിലെ നഷ്ടത്തിലായ വിൽപ്പനശാലകളുമാണ് അടച്ചുപൂട്ടുന്നത്. ഇതോടെ സംസ്ഥാനത്തെ 2500ഓളം താൽക്കാലിക ജീവനക്കാർക്ക് ജോലിയില്ലാതാകും. അഴിമതിയും സബ്സിഡി പണം കിട്ടാത്തതും കൺസ്യൂമർ സ്ഥാപനങ്ങളെ നഷ്ടത്തിലാക്കിയപ്പോൾ വഴിയാധാരമായത് ഞങ്ങളെന്ന് തൊഴിലാളികൾ. താൽക്കാലിക ജീവനക്കാരെ മാത്രം ഒഴിവാക്കിയാൽ കൺസ്യൂമർ ഫെഡ് രക്ഷപ്പെടുമോ? ഈ ഒഴിവാക്കുന്ന ജീവനക്കാരാണോ കൺസ്യൂമർ ഫെഡ് നഷ്ടത്തിലാക്കിയിരിക്കുന്നത്? ഞങ്ങളാണോ ഇവിടെ കട്ടുമുടിച്ചത്? ഞങ്ങളെ ജീവിതമാർഗ്ഗമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഇതിന്റെ മുന്നിൽ ഇരുന്ന് പറയുന്നത്. 2012 ശേഷം നിയമിതരായ താൽക്കാലിക ജീവനക്കാർക്കാണ് ഇതോടെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നത്. നിലവിൽ വിൽപ്പനശാലകൾക്ക് മുന്നിൽ ആരംഭിച്ച സമരം 23-ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്താനാണ് തൊഴിലാളികളുടെ തീരുമാനം. റിപ്പോർട്ടർ, കോഴിക്കോട്.